180ഓളം രാജ്യങ്ങൾക്ക് മുകളിൽ ഏർപ്പെടുത്തിയ റെസിപ്രോക്കൽ താരിഫ് മിതപ്പെടുത്തുന്നതിനും റെസിപ്രോക്കൽ താരിഫുമായി ബന്ധപ്പെട്ട് കൂടുതൽ രാജ്യങ്ങളുമായി ചർച്ചയ്ക്കും അമേരിക്ക തയ്യാറായതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. കഴിഞ്ഞ 3 ദിവസം ശക്തമായ സെല്ലിംഗ് പ്രഷർ നേരിട്ടതിനു ശേഷം ഇന്ന് 2022 നവംബർ മാസത്തിന് ശേഷമുള്ള ഏറ്റവും മികച്ച ഇൻട്രാഡേ പെർഫോമൻസ് ആണ് അമേരിക്കൻ മാർക്കറ്റ് കാഴ്ചവെക്കുന്നത്. ഡോ ജോൺസ് 3%, നാസ്ഡാക്ക് 4.3%, S&P 3%-ന് മുകളിൽ, അതായത് 4%-നടുത്തും ട്രേഡ് ചെയ്യുന്നു. കൂടാതെ ഇന്ന് ഗ്ലോബൽ മാർക്കറ്റുകളിലും ഒട്ടുമിക്ക ഇൻഡിസസുകളും പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. ഫ്രാൻസിൻ്റെ ഇൻഡെക്സ് 3.4%, ചൈനീസ് ഇൻഡെക്സ് 1.6% ഉയർന്നു. ക്രൂഡിൻ്റെ വിലയിൽ പോസിറ്റീവ് ക്ലോസിംഗ് കാണാൻ സാധിച്ചു. കൂടാതെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബിറ്റ്കോയിനും ഇന്നൊരു സ്ഥിരത കൈവരിക്കുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റും ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ മറ്റ് രാജ്യങ്ങൾക്ക് മുകളിൽ അമേരിക്ക തീരുവ അല്ലെങ്കിൽ താരിഫ് ഏർപ്പെടുത്തിയത് അമേരിക്കയുടെ തന്നെ എക്കോണമിയെയും പ്രതികൂലമായി ബാധിക്കുകയും അമേരിക്കൻ മാർക്കറ്റ് അല്ലെങ്കിൽ അമേരിക്കൻ എക്കോണമി തന്നെ റിസഷനിലേക്ക് പോകാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ മറ്റുള്ള രാജ്യങ്ങളുമായി ചർച്ചകളിലൂടെ താരിഫിൻ്റെ അന്തരം കുറയ്ക്കാനും അല്ലെങ്കിൽ താരിഫ് വെച്ച് ലക്ഷ്യമാകുന്ന കാര്യം അച്ചീവ് നേടാനും അമേരിക്ക ശ്രമിക്കാൻ തീരുമാനിച്ചു എന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൽ മികച്ച ബൈയിങ് മൊമെൻറ്റം വന്നത്. ഇതിൻ്റെ ഒരു പ്രാരംഭ നടപടി എന്നവണ്ണം അമേരിക്കയും ജപ്പാനും തമ്മിലുള്ള വ്യാപാര ചർച്ച ആരംഭിക്കാൻ പോവുകയാണ്. അമേരിക്കൻ പ്രസിഡന്റും ജപ്പാന്റെ പ്രൈം മിനിസ്റ്ററും തമ്മിലാണ് ഒരു വ്യാപാര കരാറും ഈ വ്യാപാര കരാറിന് മുകളിൽ റെസിപ്രോക്കൽ താരിഫുമായി ബന്ധപ്പെട്ട ചർച്ച ആരംഭിക്കുന്നത്. ഇത് ഗ്ലോബൽ മാർക്കറ്റിന് ഒരു ശുഭപ്രതീക്ഷ നൽകുകയും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിലും ഒരു പോസിറ്റീവ് മൊമെൻറ്റം നമ്മൾക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അമേരിക്കൻ മാർക്കറ്റിൽ വന്ന ബൈയിങ് മൊമെൻറ്റം ത്രൂ ഔട്ട് ദ സെഷൻ നിലനിൽക്കുകയാണെങ്കിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇന്ന് ഇൻഡെക്സ് 22,500-ന് മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയ സാഹചര്യത്തിൽ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൽ വന്ന കറക്ഷൻ ഏറെക്കുറെ ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ വഴി റിക്കവറായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇന്ന് നിഫ്റ്റി 22,320 എന്ന മാർക്കറ്റിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് 22,500-ന് മുകളിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്നത്തെ പ്രധാന റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസിംഗ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്നത്തെ റെസിസ്റ്റൻസ് നാളത്തെ സപ്പോർട്ടായി പ്രവർത്തിക്കും. 22,320 ആയിരിക്കും മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. അതേസമയം 22,700, 22,800 തുടങ്ങിയ റേഞ്ചുകൾ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. ഇവിടെ 20-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചായ 22,650 മുതൽ തന്നെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റിയിൽ റെസിസ്റ്റൻസ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഇനി നാളത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രധാനമായും ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകളെയും ഫോക്കസ് ചെയ്യാം. നാളെ RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഔട്ട്കം കൂടി പുറത്തുവരികയാണ്. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതും ഓൾ ടൈം ഹൈയിൽ നിന്നും 50%-ലേറെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതുമായ ഒരു സ്റ്റോക്കിനെ കൂടി പരിചയപ്പെടാം. സ്റ്റോക്കിൻ്റെ പേര് സെൻഗോ ഗോൾഡ്. സെൻഗോ ഗോൾഡ് ഇന്ന് 5%-ഓളം ഉയർന്ന് 303 രൂപയ്ക്കടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. മാർക്കറ്റ് അവറിന് ശേഷം സെൻഗോ ഗോൾഡിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ സ്വർണത്തിൻ്റെ വില ഉയർന്ന ക്വാർട്ടറായിട്ടും കമ്പനിയുടെ സെയിൽസ്, അതായത് സെൻഗോ ഗോൾഡിൻ്റെ റീറ്റെയിൽ സെയിൽസിൽ 23% വർധനവുണ്ടായിട്ടുണ്ട്. 2025 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 4-ലെ കമ്പനിയുടെ ടോട്ടൽ റവന്യൂ അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് റവന്യൂ 19.1%-ആയി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1,300 കോടിയിലധികമുള്ള റവന്യൂ ആണ് കമ്പനി ജനറേറ്റ് ചെയ്യുന്നത്. കൂടാതെ എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലും ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ക്വാർട്ടറും ഇതാണെന്നാണ് കമ്പനി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. ഇവിടെ ഫെസ്റ്റിവൽ, മാരേജ് തുടങ്ങിയ സീസണുകളിലുണ്ടായ ഡിമാൻഡ് വർധനവിൻ്റെ പശ്ചാത്തലത്തിലും കൂടാതെ കമ്പനിയുടെ സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് 18.4%-ലേക്ക് ഉയർന്നു. ടയർ 3, ടയർ 4 സെക്ടറിലെ അല്ലെങ്കിൽ ടയർ 3, ടയർ 4 സിറ്റികളിൽ കമ്പനിയുടെ മികച്ച രീതിയിലുള്ള ബിസിനസ് എക്സ്പാൻഷനും നടക്കുന്നുണ്ട്. ഇനി ഡയമണ്ടിൻ്റെ വിലയിൽ 39%-ഓളം വളർച്ചയാണ് കമ്പനി കൈവരിച്ചിരിക്കുന്നത്. സ്റ്റഡിൻ്റെ വില 10.5-ൽ നിന്നും 10.9%-ലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ സ്വർണ്ണ വിലയിൽ ഉയർന്ന വർധന ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ പഴയ സ്വർണം കമ്പനി കൂടുതൽ തിരിച്ചെടുക്കുകയും ചെയ്തു. പഴയ സ്വർണം വഴി തിരിച്ചെടുക്കുകയും പഴയ സ്വർണത്തിൽ വിൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ പഴയ സ്വർണം വഴിയും കമ്പനി 40%-നടുത്തുള്ള റവന്യൂ ജനറേഷൻ ചെയ്യുകയും ചെയ്തു. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ സെൻഗോ ഗോൾഡ് എന്ന സ്റ്റോക്കിനെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കമ്പനി പുറത്തുവിട്ട അപ്ഡേറ്റ് പ്രകാരം 6 ഫ്രാഞ്ചൈസികളും 15-ലധികം ഷോറൂമുകളും കമ്പനി ആരംഭിക്കുകയും ചെയ്തു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്